നമസ്കാരം. ഞാൻ രാജേഷ് മലർകണ്ടി. വീട് നിർമ്മാണത്തിൻ്റെ കാലതാമസം ബഡ്ജറ്റിനെ ബാധിക്കാറുണ്ട്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. സാധാരണയായി ഒരു വീട് നിർമ്മിക്കാൻ 1 മുതൽ 1.5 വർഷം വരെ സമയമെടുക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങളും ഒക്കെയായി നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കപ്പെടാം. അത് നമ്മുടെ പ്ലാനിൻ്റെ വലിപ്പമനുസരിച്ച് കൂടുതൽ വലിയ വീടുകളാണെങ്കിൽ കൂടുതൽ സമയമെടുത്തേക്കാം. ഏതായാലും 1 1.5 വർഷം കൊണ്ട് നമുക്ക് ഒരു വീട് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് തീർക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്, കാരണം കൂടുതൽ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ വീട് നിർമ്മാണത്തിനെ സമീപിക്കുമ്പോൾ ബാങ്കിൽ നിന്നും കൃത്യമായ സമയത്ത് നമുക്ക് പണം തരാതിരിക്കുക, 4 5 തവണയായിട്ട് ഗഡുക്കളായിട്ടാണ് നമുക്ക് പണം തരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം എടുത്ത് ചെലവഴിച്ചതിന് ശേഷം വീട് നിർമ്മിക്കുകയും ശേഷം ബാങ്ക് ലോണ് തരികയും ചെയ്യുന്ന ഒരു പാർട്ട് പേയ്മെൻറ്റ് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലാതിരിക്കുമ്പോൾ ബാങ്കിൻ്റെ ഒരു സ്റ്റേജ്, നമുക്ക് വർക്കിൻ്റെ സ്റ്റേജ് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ ബാങ്ക് നമുക്ക് എസ്റ്റിമേറ്റ് തുക നമുക്ക് അനുവദിച്ചു തരാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയം നീണ്ടുപോകുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള നിർമ്മാണ രീതികളിൽ ബഡ്ജറ്റ് തെറ്റിപ്പോകുന്ന അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. അത് 1 1.5 വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു വീട് 2 മുതൽ 4 വർഷം വരെയൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ തീർക്കുന്നതെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരുപാട് കൂടിയിട്ടുണ്ടാവും. മെറ്റീരിയൽ കോസ്റ്റ് കൂടും, അതേസമയം തന്നെ ലേബർ കോസ്റ്റ് കൂടും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആരംഭത്തിൽ തീരുമാനിച്ച ഒരു എമൗണ്ട് ഒന്നും ആയിരിക്കില്ല നമുക്ക് ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമുക്ക് ചെലവഴിക്കേണ്ടി വരിക. അത് ആ ക്ലയൻറ്റിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു നിർമ്മാണവുമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു ടൈം ഡ്യൂറേഷൻ, നമ്മൾ എത്ര സമയം കൊണ്ട് ആ വർക്ക് തീർക്കണം എന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി സമീപിക്കേണ്ടതാണ്. എങ്കിൽ തീർച്ചയായും ഒരുപാട് സമയം ചെലവഴിക്കാതെ ചെയ്യുന്ന വീടുകൾക്ക് ബഡ്ജറ്റിൽ ഒതുക്കാനും, ഒരുപാട് സമയം ചെലവഴിക്കുന്ന, ഒരുപാട് കാലം കൊണ്ട് പൂർത്തിയാക്കുന്ന വീടുകൾ ബഡ്ജറ്റ് പൊട്ടിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി വീട് നിർമ്മാണവുമായി മുന്നോട്ട് വരേണ്ടതാണ്. താങ്ക് യു.